നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. പൃഥ്വിരാജ് മികച്ച നടൻ, ഊർവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിമാർ, ബ്ലസി മികച്ച സംവിധായകൻ. സംസ്ഥാന അവാർഡ് തിളക്കത്തിൽ പിന്നണി ഗായകനും ഗാനരചയിതാവുമായ വിദ്യാധരൻ മാസ്റ്റർ. ആദ്യമായി തനിക്ക് അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് വിദ്യാധരൻ മാസ്റ്റർ. പുലിക്കളി നടത്തുന്ന കാര്യത്തിൽ സർക്കാരിനോട് അഭിപ്രായം തേടി മേയർ. ഒരുക്കങ്ങളെല്ലാം പാതി വഴിയിലാണെന്നും പുലിക്കളി നടത്തണമെന്നും സംഘങ്ങൾ ആവശ്യപ്പെട്ടതോടെയാണ് മേയർ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചത്. ആമ്പല്ലൂർ കളരിക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം തകർത്ത് 10,000 രൂപ കവർന്നു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ 2 ദിവസത്തിനുള്ളിൽ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ. എല്ലാ മേഖലയിലുള്ള പുനരധിവാസവും അനിവാര്യമാണെന്നും മന്ത്രി. കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിഷേധ ധർണ നടത്തി. ആരോഗ്യ സർവകലാശാല ഡീൻ ഡോക്ടർ കവിത രവി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് സി അച്യുതമേനോന്റെ 33ാം ചരമവാർഷിക ദിനത്തിൽ സാഹിത്യ അക്കാദമിയിൽ സി അച്യുതമേനോൻ സ്മൃതി സംഘടിപ്പിച്ചു. സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു, മുൻ ചീഫ് സെക്രട്ടറി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കുറാഞ്ചേരി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ച ഉറ്റവരുടെയും പ്രിയപ്പെട്ടവരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ച നാട്. കുറാഞ്ചേരി സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. തൃശൂർ വിഡോ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഓഫീസ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 9 ദിവസമായി നടന്നുവന്നിരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം സമാപിച്ചു. ആചാര്യന്മാരായ വിജു ഗോപാലകൃഷ്ണൻ, പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ യജ്ഞത്തിന് കാർമ്മികത്വം വഹിച്ചു. പ്രശസ്ത ഇലത്താള വിദ്വാൻ പാഞ്ഞാൾ വേലുക്കുട്ടിക്ക് വീരശൃംഖല സമ്മാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ബ്രോഷറിന്റെ പ്രകാശനം കാലടി ശ്രീകൃഷ്ണ ക്ഷേത്രമംഗളത്തിൽ നടന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും കലാനിരൂപകൻ വി കലാധരനും ചേർന്ന് ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. ജന്മദിനത്തിൽ മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ നവനീതിന് NSS വോളണ്ടിയേഴ്സ് സൈക്കിൾ വാങ്ങി നൽകി മാതൃകയായി. പഴുനാനയിൽ നിന്ന് 3 കിലോമീറ്ററോളം നടന്നാണ് നവനീത് ദിവസവും സ്കൂളിലേക്ക് വരുന്നത്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA എൻവയോൺമെന്റ് സയൻസ് ആൻഡ് മാനേജ്മെന്റിൽ 1ാം റാങ്ക് നേടിയ സി ഐശ്വര്യയെ CPM താമരപ്പള്ളി നോർത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. അനുമോദന യോഗം ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ONGC ഫോമർ എംപ്ലോയീസ് അസോസിയേഷൻ തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ ONGC സ്ഥാപക ദിനാചരണവും കുടുംബസംഗമവും നടന്നു. മുതിർന്ന അംഗങ്ങൾ ഭദ്രദീപം കൊളുത്തി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. ചെയർമാൻ PJ രാജു സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂളിൽ പുസ്തകോത്സവം നടത്തി. മാനേജർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം ആട്ടം. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിനു പുറമെ തിരക്കഥയ്ക്കും ചിത്ര സംയോജനത്തിനുമുള്ള പുരസ്കാരവും ആട്ടത്തിന് ലഭിച്ചു. സൗദി വെള്ളക്കായാണ് മികച്ച മലയാള ചിത്രം. കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിയെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തിരുച്ചിത്രമ്പലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നിത്യ മേനോനെ മികച്ച നടിയായി തിരഞ്ഞെടുത്തു. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരത്തിന് മാളികപ്പുറത്തിലെ അഭിനയത്തിന് ശ്രീപദ് അർഹനായി. മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ 33ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് CPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. NSS ചാവക്കാട് താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്നിരുന്ന രാമായണ മാസാചരണം സമാപിച്ചു. ബ്രഹ്മചാരി വിജയ് മുകുന്ദദാസ് പ്രഭു അനുഗ്രഹ പ്രഭാഷണം നടത്തി. പോർക്കുളത്ത് നിയന്ത്രണം വിട്ട ഇലക്ട്രിക് സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. പോർക്കുളം കൊങ്ങണൂർ സ്വദേശി അഖിലിനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി ബാർ അസോസിയേഷനും കോടതികളും സംയുക്തമായി സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സ്പെഷ്യൽ ജഡ്ജ് R. മിനി മുഖ്യപ്രഭാഷണം നടത്തി.
മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 154ാമത് സൌജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 1008 നാളികേരം കൊണ്ട് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം കുട്ടംകുളം നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച 4 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കയ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടർ ഉന്നതതല യോഗം വിളിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പൈപ്പ് ലൈനുകളിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാൻ തീരുമാനം. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ നേതൃത്വത്തിൽ ചിറ്റണ്ട സ്വദേശി അഷ്റഫിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ നിർമ്മാണം ഞായറാഴ്ച ആരംഭിക്കും. ചലച്ചിത്ര താരം നിയാസ് ബക്കർ തറക്കല്ലിടൽ നിർവഹിക്കും. ആളൂർ പ്രസാദ വരനാഥ ദേവാലയത്തിലെ വിശുദ്ധ യൂദാസ്ലീഹയുടെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. തിരുനാൾ ദിവ്യബലിക്ക് മാനന്തവാടി രൂപത സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം മുഖ്യ കാർമ്മികത്വം വഹിക്കും. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി യുവജന കലാസംഘങ്ങൾക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. വിദ്യാർത്ഥികൾ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ 10ാം ക്ലാസ്സിലെ KS അദ്വൈത് പ്രിസൈഡിംഗ് ഓഫീസറായി. കേരള ESI CM എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ വയനാടിന് സഹായത്തിനായി സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജേക്കബ് ഏലിയാസ്, പ്രസിഡന്റ് C രാഹുൽ, ട്രഷറർ കിരൺ K ചന്ദ്രൻ എന്നിവർ ചേർന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജന് ചെക്ക് കൈമാറി. പൂവത്തൂർ കാഞ്ഞാണി റോഡിൽ മുല്ലശ്ശേരി പെട്രോൾ പമ്പിനോട് ചേർന്ന് കൾവെട്ട് നവീകരണം തുടങ്ങി. നിലവിലുണ്ടായിരുന്ന കൾവെട്ട് മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായതിനെ തുടർന്നാണ് കൾവെട്ട് നവീകരിക്കുന്നത്. ദേശമംഗലം കൂട്ടുപാതയിൽ CITU പ്രവർത്തകനായ ശ്രീകുമാറിന് വെട്ടേറ്റു. കൂട്ടുപാത സ്വദേശി വിപീഷിനാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. മറ്റത്തൂർ പഞ്ചായത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും കോടാലി ചുമട്ടുതൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാവുമായ VM മുഹമ്മദ് കുട്ടിയുടെ 44ാമത് ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ യോഗം CPI പുതുക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂൾ കലോത്സവം എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. വാടകം സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുല്ലശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനേഷ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങിൽ വയോധികയുടെ വീടിന് നേരെ ആക്രമണം നടന്നതായി പരാതി. തൊയ്ക്കാവ് പൊന്നറമ്പിൾ വിജയയുടെ വീടിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ, സൈക്കിൾ, കസേരകൾ തുടങ്ങിയവ ആക്രമികൾ നശിപ്പിച്ചു. പോർക്കുളം അഗതിയൂർ സെന്റ് ജോർജ് സിറിയൻ സിംഹാസന ചാപ്പൽ കൂദാശ നടന്നു. കുര്യാക്കോസ് മോർ ദിയസ്കോറസ് മെത്രാപോലീത്ത ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പാലപ്പള്ളി എലിക്കോട് വീണ്ടും പുലി ഇറങ്ങി പശുവിനെ കൊന്നു. എലിക്കോട് സ്വദേശി മുളങ്ങുന്നത്ത് ശാരദയുടെ പശുവാണ് ചത്തത്. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചിങ്ങ മഹോത്സവത്തിന് വിളക്കൊരുക്കം നടത്തി. ചിങ്ങ മഹോത്സവത്തിന്റെ ഭാഗമായി 500ഓളം വിളക്കുകളാണ് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നത്. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ വാർഷിക സമ്മേളനവും വടക്കാഞ്ചേരി ഡിവിഷൻ രൂപീകരണ സമ്മേളനവും തിങ്കളാഴ്ച K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പ്രസിഡന്റ് NT ബേബി അധ്യക്ഷത വഹിക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.